എൻസൈക്ലോമിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ആനുകൂല്യങ്ങളായിട്ട് 6000 രൂപ വരെ ഈ ഫെബ്രുവരി മാസത്തിൽ എത്തിച്ചേരുന്നു എന്ന സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. ആദ്യത്തേത് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിന്റെ വിതരണത്തിനെ പറ്റിയുള്ള അറിയിപ്പാണ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവിന്റെ വിതരണം ഈ മാസം ഉണ്ടാകുമെന്ന അറിയിപ്പുകളാണ് എത്തുന്നത്. 22ാം ഗഡുവിന്റെ 3ാം മാസമാണിത്. തുക വിതരണത്തിന് മുന്നോടിയായിട്ട് PM കിസാന്റെ വെബ്സൈറ്റിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾക്ക് തുക ലഭ്യമാകുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വെബ്സൈറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ ഈ KYC താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരുന്നു. എങ്കിലും ഇപ്പോൾ അത് സജീവമായിട്ടുണ്ട്. PM കിസാൻ വെബ്സൈറ്റിൽ 5 പുതിയ ഓപ്ഷനുകളാണ് വന്നിരിക്കുന്നത്. നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ പഴയതാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാൽ മൊബൈൽ നമ്പർ മാറ്റേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ആ നമ്പർ ഇനി PM കിസാൻ വെബ്സൈറ്റിൽ പെട്ടെന്ന് മാറ്റുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൺലൈൻ റീഫണ്ട് ഓപ്ഷനും നിങ്ങളുടെ കോൺടാക്ട് പോയിന്റ് പരിശോധിക്കുവാനുള്ള അവസരവും വെബ്സൈറ്റിലുണ്ട്. ഇത്തരത്തിൽ വെബ്സൈറ്റ് അപ്ഡേഷൻ ഒക്കെ നടന്ന സാഹചര്യത്തിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ PM കിസാന്റെ 22ാം ഗഡു അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് അറിയിപ്പുകൾ പ്രകാരം പുറത്തു വരുന്നത്. 2000 രൂപ വീതമാണ് ഓരോ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നത്. അടുത്തത് 35നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുക വിതരണത്തെ പറ്റിയാണ്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. അർഹരായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപയാണ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. മറ്റ് പെൻഷനുകളോ സാമ്പത്തിക സഹായങ്ങളോ ലഭിക്കാത്ത 35നും 60നും ഇടയിൽ പ്രായമുള്ള പാവപ്പെട്ട സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിലുള്ളവർക്കും വേണ്ടിയാണ് ഈ പദ്ധതി. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, സർവീസ് പെൻഷൻ തുടങ്ങിയ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് പദ്ധതിയിൽ അംഗമാകുവാൻ സാധിക്കുന്നതല്ല. സ്മാർട്ട് പോർട്ടൽ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായിട്ട് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായിട്ട് ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ആവശ്യമാണ്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ ആദ്യ തുക വിതരണം ഈ മാസം നൽകിയിരുന്നു. അടുത്തത് പ്രധാനമായിട്ടും അഭ്യസ്ത വിദ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുവാനും ജോലി ഉറപ്പാക്കുവാനും സഹായിക്കുന്ന കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പാണ്. +2 ITI, ഡിപ്ലോമോ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18നും 45നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് മുൻഗണന. 1000 രൂപ വീതമാണ് കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നത്. 12 മാസത്തേക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ 5 ലക്ഷം പേർക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്. പദ്ധതിയുടെ ആദ്യ ഗഡുവിന്റെ വിതരണം ജനുവരി മാസത്തിൽ നടന്നിരുന്നു. ഈ മാസം അതായത് ഫെബ്രുവരി മാസത്തിലെ ഗഡുതുക അധികം വൈകാതെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. അതിനാൽ ഇനിയും അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അവസാനത്തേത് ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ അപ്ഡേറ്റ് ആണ്. ജനുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പൂർത്തിയായിരിക്കുകയാണ്. 2000 രൂപ വീതമാണ് 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത്. ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഫെബ്രുവരി 20ന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുന്നത്. ഫെബ്രുവരി 24ന് ശേഷമായിരിക്കും സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക. ഇത്തരത്തിൽ PM കിസാന്റെ 2000 രൂപയും ക്ഷേമ പെൻഷന്റെ 2000 രൂപയും സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപയും കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന്റെ 1000 രൂപയും ചേർത്ത് 6000 രൂപയോളമാണ് സംസ്ഥാനത്തെ ഈ ഫെബ്രുവരി മാസത്തിൽ വിതരണം ഉണ്ടായിരിക്കുന്നത്. PM കിസാൻ ആനുകൂല്യം ലഭിക്കുന്നവരും ക്ഷേമ പെൻഷൻ ആനുകൂല്യം ലഭിക്കുന്നവരും സ്ത്രീ സുരക്ഷാ കണക്റ്റീവ് വർക്ക് സ്കോളർഷിപ്പിന്റെ ആനുകൂല്യം ലഭിക്കുന്നവരും ഒരേ വീടുകളിൽ ഉണ്ടെങ്കിൽ അത്തരത്തിൽ ആ കുടുംബങ്ങളിലേക്ക് ഈ ഒരു മാസത്തിൽ 6000 രൂപയോളം എത്തിച്ചേരുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.